Hi all. Back to our channel. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു യാത്ര പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ അമ്മും നൗറും ഞങ്ങളത് എയർപോർട്ടിൽ കൊണ്ടുവന്നാക്കി. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് എന്താണെന്നുള്ള ഡീറ്റെയിൽസ് വഴിയേ പറഞ്ഞുതരാം. ഓക്കെ. ബേബി നല്ല ഉറക്കത്തിലാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം ഉള്ളിൽ പോയിട്ട് ചെക്കിനൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇത് തോയല്ല, ഇത് ബ്രഷും പേസ്റ്റും പിന്നെ ഇയർബഡ്സും ഇന്ത്യൻ മാപ്പിൻ്റെ കണ്ടില്ലേ കോഴിക്കോട് ട്രാവൽ ചെയ്ത് നമ്മൾ കോലാലംപൂർ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുണ്ട് ടൈം. പിന്നെ നമ്മൾ ഇന്ത്യയുടെ മുകളിലൂടെ പറന്ന് അപ്പുറത്തെത്തി. വാവ്, നമ്മൾ സൂം ചെയ്യേണ്ട ആവശ്യമില്ല, അവരെന്നെ സൂം ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. എല്ലാവരും ഉറക്കത്തിൽ എഴുന്നേറ്റു. വെൽക്കം ടു കൊല്ലംകോട് എയർപോർട്ട് അനൗൺസ്മെന്റ് വന്നു. നമ്മളിവിടെ ലാൻഡ് ചെയ്തു. എല്ലാവരും നടക്കണം, ബേബിയുടെ കൈ പിടിച്ച് നടക്കണം. ഒരു മിനിറ്റ് തന്നെ. എയർപോർട്ടിൽ നിന്ന് ഇമിഗ്രേഷൻ്റെ അങ്ങോട്ട് പോകുന്ന വഴി വാഷ്റൂമിൽ പോയി എല്ലാവരും. അപ്പോൾ അതേ ബേബിയൊക്കെ കളിക്കുന്നു. ഇതില്ലേ ബേബി ഇവിടെ കളിക്കണ ഇതില്. അപ്പൊ ഞാൻ ഹോട്ടലാണ് നിർമ്മിച്ചേനെ. അതാണ് അതിന്റെ കിഡ്സ് പൂളുണ്ട്, അന്റെ പൂളുണ്ട്, വലിയ ആൾക്കാർക്ക് പിള്ളേർക്കും ഉണ്ട്. അതെ, അങ്ങനെയാണ്. ബേബി ഭയങ്കര ബിസിയാ. നമ്മളെ എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എന്ന് പറയാം, ഈ ഫുഡ് കോർട്ട് ഒന്ന് കണ്ടുപിടിക്കാൻ. ശരിക്കും നമ്മൾ ഈ ഫുഡ് കോർട്ടല്ല പോയത്, ഇത് ഫോർ ഫിംഗേഴ്സ് ആണ്. ഫോർ ഫിംഗേഴ്സ് അല്ലേ? പക്ഷെ നമ്മൾ ഇതെല്ലാം നോക്കിയത്, നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ് നോക്കിയത്. പക്ഷേ നമുക്ക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഇവിടെ കാണാൻ പറ്റില്ല. പിന്നെ നമ്മൾ വണ്ടി ഇപ്പോൾ വരാനുമായി, പിന്നെ അധികം തിരഞ്ഞു പോകാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം നമ്മളിവിടെ ഫുഡ് നമ്മളിവിടെ ഓർഡർ ചെയ്തു. അത് നമുക്ക് ഫുഡ് കഴിച്ചതിൻ്റെ ശേഷം നമുക്കിനി വണ്ടിയിൽ പോവാം. ബേബിയൊക്കെ ഇത് ഇവിടെ നിന്നിട്ട് ഒറിയോ ആണ് കഴിക്കുന്നത്, കണ്ടില്ലേ? ഈ ബേബി ഇരുന്ന് ഒറിയോ കഴിക്കുകയാണ്. അപ്പോൾ ഫുഡ് ഓൾറെഡി എത്തി, കണ്ടില്ലേ? ഫുഡ് ഇത് എത്തി. അപ്പോൾ ഫുഡ് കഴിക്കുകയാണ് ബേബിയൊക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വേറെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ചതി പറ്റി. കാരണം നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ് സിം എടുത്തത്. അപ്പോൾ നമ്മൾ അതെ ബ്ലാക്കിൽ വെക്കണം. നമ്മളൊരു ഡോക്യുമെൻ്റ് പോലും ഒന്നും കൊടുക്കാതെ ഒരു സിമ്മ് തന്നു. പക്ഷേ നമ്മൾ സിമ്മൊക്കെ വാങ്ങിച്ചത് ഇട്ട് ആക്ടിവേറ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മൾ അതിൻ്റെ ഇത് അറിയുന്നത്. നമ്മൾ ശരിക്കും എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങി നമ്മൾ ആളുകളെല്ലാം വെയിറ്റ് ചെയ്യുന്ന ഭാഗമുണ്ടല്ലോ, അവിടെ കൗണ്ടർ ഉണ്ട്, അവിടെ നിന്ന് വാങ്ങിക്കണമായിരുന്നു സിമ്മ്. പക്ഷെ നമ്മൾ ഉള്ളിൽ നിന്ന് വാങ്ങിച്ചു. ടാക്സിയൊക്കെ ഇതില്ലേ? അതെ അത് നമുക്ക് നല്ലൊരു ചതിവ് പറ്റി. അപ്പോൾ ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത മിസ്റ്റേക്കിൽ നിന്ന് നമ്മൾ ഓരോന്ന് പഠിക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഇതിലങ്ങനെ പറ്റി. ഈ ബാക്കിയുള്ളതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് നോക്കി ചെയ്യണം. ബാക്കിയുള്ളവരെല്ലാവരോടും ചോദിച്ച് ചെയ്യണം. അപ്പോൾ ഫുഡ് ഒരു മനുഷ്യനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ചോദിച്ചിട്ട് എയർപോർട്ടിലുള്ള സ്റ്റാഫുകളോടാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നമ്മളോട് അവിടെയെന്ന് പറയും, ഇവിടെയെന്ന് പറയും. കാരണം ആർക്കും വ്യക്തമായിട്ടൊരു നോളേജ് ഇല്ല എവിടെയാണ് ആ റെസ്റ്റോറൻറ്റ് ഉള്ളതെന്ന്. നമ്മളൊരു ഇന്ത്യൻ ക്വസ്റ്റ്യൻ റെസ്റ്റോറൻറ്റ് കണ്ടിട്ടായിരുന്നു, അതാ ചോദിച്ചത്. അപ്പോൾ അതവർക്ക് വ്യക്തമായിട്ട് അറിയില്ല ഏത് ഭാഗത്താണുള്ളത്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെർമിനൽ, ഒരു സാറ്റലൈറ്റ് ടെർമിനൽ പോലെയാണ്. അപ്പോൾ ഒരു ഫ്ലൈറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ടെർമിനലിലേക്ക് വരുന്നു. പിന്നെ അവിടെ നമ്മൾ ബസ് പ്രൊവൈഡ് ചെയ്തിട്ടാണ് പോരുന്നത്.
അപ്പോൾ ഈ ഫുഡ് കോർട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാ ഫ്ലോറിലും ഫുഡ് കോർട്ട് ഉണ്ട്. അതിൻ്റെ പല പല ഇപ്പം മെക്ഡൊണാൾഡ്സ് ഒരു ഭാഗത്ത്, പിന്നെ വേറെ കുറച്ച് ബർഗർ കിങ് ഒരു ഭാഗത്ത്, അങ്ങനെയൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അവർക്ക് വ്യക്തമായിട്ട് അറിയില്ല ഈ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഇത് എവിടെയാണെന്നുള്ളത്. ഓക്കെ, എനിഹാവ് നമ്മളപ്പോൾ 4 ഫിംഗേഴ്സിന് ഇപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ വണ്ടി ഇപ്പോൾ വരും. അപ്പോൾ നമുക്ക് പിന്നെ വണ്ടിയിൽ പിന്നെ ബാക്കി സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോകാം. നമ്മൾ ആദ്യം പോകുന്നത് പുത്രജയിലാണ് പോകുന്നത് അല്ലേ? ഓക്കെ, പുത്രജയിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ പോയതിന് ശേഷം അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അതിനുശേഷം ഒരു സ്ഥലം കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ, സ്ഥലങ്ങൾ. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരെ നമ്മളുടെ ഹോട്ടലിൽ പോകണം. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത പരിപാടി എന്നൊക്കെ പറയാം. ഓക്കെ, ഞാനിപ്പോൾ എന്തെങ്കിലും കഴിക്കട്ടെ, അതിന് ശേഷം നമുക്ക് അടുത്തത്. ആനി എങ്ങനെയുണ്ട്? അയ്യോ, ഇവിടെ കഴിഞ്ഞ് ടിഷ്യൂ എടുത്ത് തുടക്കം. അവിടെയൊക്കെ ചാല് പിന്നെ ഫുഡ് കഴിക്കണമെങ്കിൽ വേറെ ഒന്നും നോക്കാറില്ല. ഡീസൻ്റ് കഴിക്കണത്. നമ്മളെ ലഗേജ് എല്ലാം ഇവിടെ ഇരിക്കുകയാണ്. നമ്മൾ തൊട്ടടുത്ത് തന്നെ വെച്ചിരിക്കുകയാണ്. കാരണം നമ്മളെ ലഗേജ് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകും. ഫുഡ് അടിയെല്ലാം കഴിഞ്ഞാ? അവൾക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ അവളുടെ ബിസ്ക്കറ്റുകൾ അല്ലെങ്കിൽ അവളുടെ ഫുഡ് മാത്രമേ പറ്റുള്ളൂ. അതെ. അയ്യോ, ബാക്കിയുള്ളവരുടെ ഫുഡ് അടി കഴിഞ്ഞതിന് ശേഷം ഫുള്ള് ഗെയിം കളി. അപ്പൊ അവിടെ എത്തിന്ന് പറഞ്ഞു. അപ്പോഴേ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വിശപ്പൊക്കെമായി. വാപ്പ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങളിപ്പോഴേ നാട്ടിൽ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. വാപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ എവിടെ നിൽക്കണ പറഞ്ഞിട്ട് വാപ്പ അവിടെ പുറത്തിറങ്ങി. ആ, ദോശ എവിടെയാണ് പുറത്തേക്ക് ഇറങ്ങി. വണ്ടി അതേ നിൽക്കുന്നു. വണ്ടിയിലെ വൈറ്റാ വൈറ്റ് ഗ്രേസ് വൈറ്റ്. അപ്പൊ നമ്മള് വണ്ടി കാണാം. നല്ല സ്പേസ് ഉണ്ട്. ബാക്കിലൊക്കെ ഇരിക്കാൻ പറ്റും. ഞങ്ങൾ ബാക്കിൽ എന്തില്ല കാണാൻ പെട്ടിണ്ടാവും. അവിടെ പെട്ടിയിലൊക്കെ എത്തുന്നു. പെട്ടിയിലെത്തിയാൽ നമ്മൾ കയറും. പിന്നെ നമ്മൾ എങ്ങോട്ടേക്കാ പോണേ? ട്രിപ്പ് കയറിയാലേ നമ്മൾ പോവും. അത് കഴിഞ്ഞിട്ട് വേറെ എവിടും പോണില്ലല്ലോ. അത് ഞങ്ങൾ നേരെ ഹോട്ടലിൽ വെച്ച് റെസ്റ്റ് അപ്പൊ ഞങ്ങളുടെ വണ്ടിയിൽ കയറി. വണ്ടിയിൽ നിന്ന് വീഡിയോ കാണാൻ. വേറൊരു സ്ഥലം കൂടി ഉണ്ടല്ലോ, പുത്രജയൻ ആ സ്ഥലം. ആ ശരി ശരി. ആ പുത്രജയ. അപ്പൊ നമ്മളെല്ലാവരും വണ്ടിയിൽ കയറിയണ്ടില്ലേ? വണ്ടിയിൽ ഞാൻ ഫ്രണ്ടിലിരുന്നു, ബാക്കിയുള്ള എല്ലാവരും ബാക്കിൽ, ലഗേജൊക്കെ ബാക്കിൽ കയറ്റി. ഇതാണ് നമ്മളെ കൂടെ ഉള്ള ആള്. പേരെന്താ? ശരവണനാണ് കൂടെ ഉള്ളത്. എവിടെ? നാട്ടില് ഊരിലെങ്കിൽ മലേഷ്യ. അതാ തമിഴാണ് പറയണത്. ഓ, ഞാൻ തമിഴ് പറയണ കണ്ടപ്പോ കരുതി ആള് ഇന്ത്യൻ ആണെന്ന് കരുതി. ഓ, മലേഷ്യൻ സിറ്റിസൺ ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഓക്കെ, നമ്മളിപ്പോൾ പുത്രജയിലേക്ക് പോവാണ്. അപ്പം നല്ല ക്ലീൻ റോഡ്, നല്ല അടിപൊളി റോഡ് എന്ന് പറയാം. എയർപോർട്ട് റോഡ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല. നല്ല വിശാലമായ 4 ട്രാക്കുകളുള്ള റോഡ്, നല്ല സ്പീഡിൽ പോകുന്നുണ്ട് വണ്ടി. ഓക്കെ, അപ്പോൾ നമുക്കിനിപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ സ്റ്റാർട്ട് ചെയ്യാം. എയർപോർട്ടിൽ നമുക്ക് കുറച്ച് ഇതുകളൊക്കെ വന്നു, കുറച്ച് നേരത്തെ വന്നു. പിന്നെ ഫുഡ് കോർട്ടിലൊക്കെ കയറി സിം എടുക്കൽ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഖത്തറിൽ നിന്ന് ഉള്ള ഇതാണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ പോലും നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ തന്നെ ലാസ്റ്റ് മൊമെന്റിലാണ്. അങ്ങനെ നമ്മൾ ഓടി വരെയായിരുന്നു ഗേറ്റിലേക്ക്. ഗേറ്റിൽ നിന്ന് വേഗം ബോർഡായി. അവിടെ നിന്ന് അധികം പിന്നെ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. സാധാരണ ആര് പോകുന്ന സമയത്തും ആ ടെഡി ബിയറിൻ്റെ അവിടെ വെച്ചിട്ട് വീഡിയോ എടുക്കാറുള്ളതാണ്.
ആ വീഡിയോ പോലും നമ്മൾ എടുത്തില്ല. അപ്പോൾ ഓക്കെ, ഇനിയോ നമ്മൾ മലേഷ്യയിലെത്തി. ഒരുപാട് നാള് ഞാൻ ഷിമിക്ക് വാക്ക് കൊടുത്തതൊക്കെ ആയിരുന്നു മലേഷ്യ സിംഗപ്പൂരൊക്കെ പോവാന്നുള്ളത്. അങ്ങനെ എന്തായാലും മലേഷ്യയെങ്കിലും കണ്ടല്ലോ. ഷിമി ഹാപ്പി ആയില്ലേ? ആ മലേഷ്യ കാണാൻ വേണ്ടിയിട്ട് വരാനും അതിനൊരു യാത്രയൊക്കെ പ്ലാൻ ചെയ്യാനൊക്കെ ഒരു 10-12 വർഷം എടുത്തെന്നാ പറയാ. 4 പിള്ളേരൊക്കെ അതിന്റെ ശേഷം വരുന്നത് 13 വർഷം എടുത്ത് 4 പിള്ളേരൊക്കെ ആയിട്ടാണ് വന്നത്. എന്തായാലും എത്തി. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി കാഴ്ചകളെല്ലാം കാണാം, വിശേഷങ്ങളെല്ലാം ഇനി വഴിയെ പറയാം. ഓക്കെ, യാത്ര തുടങ്ങാം. ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ടൂർ പോണ ഒരു ഇതാണ്. റോഡ് സൈഡിലൊക്കെ ഈ കുറച്ച് ലോങ് ഡ്രൈവ് ഒക്കെ പോയാലായിരിക്കില്ലേ നമുക്ക് ഇതേപോലെ കാണാം. ഹൈ റേഞ്ച് അങ്ങനത്തെ ഒക്കെ പോകണ സമയത്ത് ഇതേപോലത്തെ സ്ഥലങ്ങളൊക്കെ കാണാം. അതുപോലെ അതും ഹൈവേയിലുള്ളതല്ല. ഈ സൈഡിലുള്ള കാഴ്ചകൾ അങ്ങനെ എൻ്റെ കമ്പിയിലൊക്കെ ഇട്ടിട്ട് കുറേ ദൂരമായിട്ട് ബിൽഡിങ്ങുകളൊക്കെ കാണാനില്ലേ. നല്ല കോട്ടയൊക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ചില്ലേ. മഴയൊക്കെ വരുന്നാല് പിടിക്കാൻ വെച്ചിട്ട് കോട്ടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ്, ഒന്നും ഉണ്ടാവില്ല എന്ന് കരുതുന്ന ഒരു ടോൾ പ്ലാസയിലേക്ക് നേരെ കയറുന്ന ടോള്. നമ്മളവിടുത്തെ പോലെ തന്നെ ടോളും കാര്യങ്ങളൊക്കെ ആണില്ലേ കയറി. ഇതെന്തത് കോട്ടേഴ്സ് ആണെന്നോണ്ടല്ലേ. എല്ലാം ഒരേപോലെ, ആൾ താമസമൊന്നും ഇല്ല, പുതിയതാന്ന് തോന്നുന്നുണ്ട്. വലിയ വലിയ ബിൽഡിങ്ങുകളായില്ലേ. എൻ്റെ ഇടയിലുള്ള കുറച്ച് ഇത് വിട്ടുപോയി ഞാൻ. പ്രജയെത്തി ആ ഭാഗത്താണ് പള്ളി കണ്ടു. നമ്മളുടെ അടുത്ത് പോകുന്നുണ്ട്. ലോങ്ങിൽ നിന്നുള്ള വ്യൂ കിട്ടിയില്ല, കാരണം നമ്മൾ ഓൾറെഡി ക്രോസ് ചെയ്തു. റൗണ്ട് ബോട്ടൊക്കെ നല്ല പൂക്കൾ വെച്ചിട്ട് നല്ല ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ കാണുന്നു മക്കളെ. പ്രൈം മിനിസ്റ്റർ ഓഫീസ്. പ്രൈം മിനിസ്റ്റർ ഓഫീസാണ് അത്. മോസ്ക് പിങ്ക് കളർ മോസ്ക്. ഓ, പ്രൈം മിനിസ്റ്റർ. അതിൻ്റെ ഞാൻ കരുതി റോഡ് അതിൻ്റെ താഴത്ത് കൂടെ ഇരുന്ന്. റോഡ് അവിടെ നിന്ന് തിരിഞ്ഞു പോകാനല്ലേ. നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. എന്നിട്ട് ഇതാ ബേബിനെ ബേബി സ്ട്രോളറിലിരുത്തി ഞങ്ങളെല്ലാവരും ഇറങ്ങി. അങ്ങനെ ഇവിടെ ഓക്കെ. അപ്പോൾ ആൾ നമ്മളൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആളൊരു ഫോട്ടോ എടുത്ത് തരാം. ഇതിൻ്റെ ബാക്കിൽ ഇതാണ് വലിയ ലിപികളിൽ കണ്ടില്ലേ, മലേഷ്യ പുത്രജയ കണ്ടില്ലേ. അതില്ലേ, അതാണ് പുത്രജയ എന്നെഴുതിയുള്ള സാധനം. ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാം. അത് നമുക്കപ്പോൾ അവിടെയും വിസിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പള്ളിയിൽ പോകണം. പള്ളിയും പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ താഴത്ത് ലേക്ക് ഉണ്ട്. ആ ലേക്കിൻ്റെ അവിടെയും പോകണം. അവിടെ കുറേ ആളുകൾ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ പിള്ളേരൊക്കെ വലിയ ലൈനായിട്ട് അവിടെ പോകുന്നുണ്ട്. പിള്ളേരാണോ ശരിക്കും അത്? പിള്ളേരാരും തോന്നുന്നു. ഓക്കെ, പ്രസിഡന്റിന്റെ ഓഫീസാണ് കാണുന്നത്. ഇതാണ് പിങ്ക് മോസ്ക്. ബേബി ക്ഷീണം കാരണം ഇരിക്കുകയാണ്, ഇറങ്ങാനുള്ള മൂഡില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ പുത്രജയ. അങ്ങനെ നമ്മളുടെ മലേഷ്യയിൽ വന്നിട്ട് നമ്മളിത് ആദ്യം എയർപോർട്ടിൻ്റെ അവിടെയൊക്കെ നമ്മൾ കുറേ കറങ്ങി നടന്നു. എയർപോർട്ടിൻ്റെ അവിടെ കുറേ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ അതിനുശേഷം നമ്മളിപ്പോൾ പുത്രജയിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ പുത്രജയിൽ വന്ന് ഈ സ്ഥലം കണ്ടു കഴിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ റൂമിലേക്ക് പോകുന്നത്.
ആക്ച്വലി നമ്മളുടെ റൂമിലേക്ക് പോകുന്ന ഏരിയയിലാണ് ഈ പുത്രജയും ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ എല്ലാം കണ്ടിട്ട് പോകാമെന്നുള്ള പരിപാടിയിലാണ്. നമ്മളുടെ ചെക്കിങ് ടൈം റൂമിൽ 3 മണിക്കാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് അവിടെ എത്തുകയും ചെയ്യാം. ഓക്കെ, കമോൺ ജാനി, കമോൺ ബേബി. എവിടെ ഒറ്റയ്ക്കിരിക്കുന്നു? ചാലു സിമ്മിയൊക്കെ കൂടെ റീൽസ് എടുക്കുകയാണ്. ആനി അവിടെ. ഓക്കെ ജാനി, ഓക്കെ ഓക്കെ. പ്രസിഡന്റ് ഓഫീസാണ് ഈ കാണുന്നത്. നമ്മൾ അടുത്തെത്തി. അതിനുശേഷം ഇതാ കാണുന്നു മസ്ജിദ്. ഹാനി സാനി ഇതാ നല്ല ഷേഡുള്ള സ്ഥലം പിടിച്ച് ഇരിക്കുന്നുണ്ട് അവിടെ. ബേബി ഇതേ ഇറങ്ങി നടക്കണ്. ഒരു റീൽസ് എടുക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ. ഒരു റീൽസ് എടുക്കുകയാണ്. ഈ ചെറിയ ഗ്യാപ്പിലൂടെ നമ്മൾ ട്രോളി തള്ളിയിട്ട് എന്താക്കാം, അപ്പുറത്ത് കൊണ്ടുപോകാൻ പറ്റും? ഇല്ല, വേണ്ട, അങ്ങോട്ട് കൊണ്ടോട്ടെ, അവിടെ തന്നെ ഇരുന്നോട്ടെ ട്രോളി. നമുക്ക് അവിടെ വെയിലത്ത് ഇതാക്കുന്നതിന് പകരം ഇവിടെ ഇരിക്കാണ്ടില്ല, ഷെയ്ഡ് ഉണ്ട് ഇവിടെ. അവിടെ ഇരുന്നോട്ടെ. അടിയില്ലേ? ടയർഡായാ? ഇതിന്റെ ഉള്ളിൽ നിന്ന് തണുപ്പുണ്ട്. ബേബി ഗ്ലാസ് കയറി അതിന്റെ ഉള്ളിൽ കയറി. സൂപ്പർ. ഗ്ലാസ് വെക്ക്. ഓ, അവള് വന്നിട്ട് ഇത് ഹാനിക്കെടുക്കണേന്. ഹാനിക്കെടുക്കണതാ നോക്കുന്നത്. എല്ലാത്തിലും അവള് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാ നിക്കുന്നത്. എല്ലാത്തിലും ആണ്ടാ അവള് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടാ. ഓഫ്, ഗ്ലാസ് വെച്ച് ഗ്ലാസ് അവിടെ താഴ്ചോ ഇരുന്ന്. എന്തത് കിടന്ന് ആനി കിടക്കണ കണ്ടപ്പോഴാണോ? ആനി കിടക്കണ കണ്ടപ്പോഴാണോ? ആണോ? ഫോട്ടോ കിടക്കണ ഫോട്ടോ. വാ, അതെ, ഫുള്ള് റെസ്റ്റാണല്ലടാ അവിടെ. അതിന് പള്ളിയുടെ ഉള്ളിലേക്കൊക്കെ ആൾക്കാർ പോയിട്ട് എന്തൊക്കെയോ കാഴ്ചകളൊക്കെ കണ്ടു വരുന്നുണ്ട്. ഇതേ ആ ഭാഗത്ത് പോയാൽ അവിടെ നിന്നിട്ട് അപ്പുറത്തുള്ള ഇതിലെ ഫോട്ടോസൊക്കെ എടുക്കാം. അതെ അതെ. ഇവിടെ എങ്ങനെ ഇതിന് മലേഷ്യ മദാനി. ആഹാ, ഇവിടെ നേരെ പ്രസിഡന്റ് ഓഫീസിന്റെ മുമ്പിൽ. പള്ളി ഈ ഭാഗത്ത് കാണണമെങ്കിൽ വേറെ ലുക്കാണ്. എവിടെ? ഓക്കെ, കമോൺ. ഞങ്ങളവിടെ പോയി ഫോട്ടോ ഒക്കെ എടുത്തെങ്കിലും ഇവർ 3 പേര് ഇവിടെ തന്നെ കളിക്കണം. കാരണം വെയിൽ അവർക്കൊരു പ്രശ്നമാണ്. അപ്പോൾ വെയിലുള്ള തന്നെ അവർക്ക് റെഡിയല്ല. അപ്പോൾ അവരിവിടെ നല്ല ഷെയ്ഡ് നോക്കിയിട്ട് ഇവിടെ ഇരിക്കണില്ലേ. ഈവൻ ബേബി വരെ അവരെ കൂടെ അവിടെ കളിക്കാൻ വേണ്ടി അവിടെ ഇരുന്നു. അപ്പോൾ അവരാരും ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നില്ല. ഇനി പള്ളിയുടെ അവിടെ വിളിക്കുന്നുണ്ട്. ഇനി ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് അറിയണം. വരുന്നുണ്ടോ? വാ, പള്ളിയുടെ അങ്ങോട്ട് വാ. എല്ലാവർക്കും ആ യാത്ര ചെയ്ത് വന്നതിന് ശേഷം, സാധാരണ നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യണത് യാത്ര ചെയ്യണ അന്നുണ്ടല്ലോ, അന്ന് സാധാരണ പ്ലാനൊന്നും ഉണ്ടാവാറില്ല. ഇത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ട്രാവൽ ചെയ്ത് അന്ന് തന്നെ നമ്മൾ സ്ഥലം കാണാൻ വേണ്ടി പോകുന്നത്. പക്ഷെ അത് കാരണം അവർക്ക് അത്ര ഉണ്ട് ഇഷ്ടമായില്ല. ഉണ്ടല്ലേ, മലേഷ്യ വന്നിട്ട് ഇത് ഇവിടെ പച്ചപ്പിൽ കിടക്കുന്നു 3 ആൾ. ഒരാളോട് ഓടിക്കടിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു പ്ലാനിങ് ശരിയായില്ല. കാരണം വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റാണ്. ആ റെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ട്രിപ്പിനാണെങ്കിൽ അവർക്ക് എനർജി ഉണ്ടാവും. ഇല്ലയെന്നുണ്ടെങ്കിൽ എനർജി ഇല്ലയെന്ന് ഇന്നത്തോടെ മനസ്സിലായി. ഇതാ കണ്ടില്ലേ, ട്രിപ്പ് വന്നിട്ട് ഇതേ കിടക്കുന്നു.
ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നിട്ട് എടുക്കണം. അല്ലാണ്ട് അങ്ങോട്ട് ഉള്ളിൽ പോയാൽ പിന്നെ അത് ഫോട്ടോ ഉണ്ടാവില്ല. ഇതിൻ്റെ ഫുൾ സൈസുള്ള ഫോട്ടോ പിന്നെ കിട്ടില്ല. അടിപൊളി ഫോട്ടോ കിട്ടും ഇവിടെ നിന്നാൽ. അല്ലേ ആനി പറഞ്ഞിട്ടില്ല പള്ളിയിൽ പോവാന്ന്. ബേബിയൊക്കെ ഇത് ഓടുന്നു. പിടി വണ്ടി പിടിക്ക് ഹാനി പിടിക്ക്. ആ അത് വരുന്നു. നല്ല വെയിലുണ്ട്. പിടിച്ച് വണ്ടി അതിലിരുത്തിക്കോ. ഇത് ഈ സൈഡിൽ കൂടെ ഇറങ്ങണേ. ഇത് ഇവിടെയാണ് ഇറക്കാനുള്ളത്. ആഹാ ഇവിടെ എന്താ ഓയിലൊക്കെ കൊടുക്കൊണ്ട് പോകണ്ടല്ലോ ആൾക്കാർ. ഇവിടെയൊക്കെ എന്താ ആളുകൾ ഓയിലും കൊണ്ട് പോണത്. വണ്ടി നേർച്ചുള്ള പള്ളിയാ. ഓക്കെ എങ്ങനെ ഈ സാധനം പാർക്കിംഗ് ഇവിടെ അല്ല എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതേ കൊണ്ടുപോകുന്നു ഓയിലൊക്കെ. അപ്പോൾ ഇവിടെ എന്തോ ഓയിൽ കൊടുക്കണ്ട. ടൂറിസ്റ്റ് കൈൻഡ്ലി പ്രൊസീഡ് ടു ഗേറ്റ് 8. ടൂറിസ്റ്റ് നമ്മളങ്ങനെയാണ് പോകേണ്ടത്. ഇതിലൂടെ ടൂറിസ്റ്റുകൾക്ക് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇല്ല. നമുക്കിങ്ങനെ പോകാൻ പറ്റില്ല. ടൂറിസ്റ്റ് ഗേറ്റ് 8 അല്ലല്ലേ, 8 അല്ല, B ആണ് ഇട്ടുള്ളത്. നമുക്ക് B കൂടെ പോവാം. നമ്മൾ മെല്ലെ തള്ളി കൊടുക്കുന്നത്. ഓ പൊക്ക് ചാലു പൊക്കിക്കൊള്ളു. ഇവിടെ ഇതെന്ന് വെച്ചാൽ ഇവിടെ തല മറക്കാൻ വേണ്ടിയിട്ടാ. ജ്യൂസ്, ഐസ്ക്രീം, ഇളനീരൊക്കെ ഉണ്ട് കേട്ടാ. അതെ ജ്യൂസ്, ഐസ്ക്രീം എന്തായാലും നോക്കൂ. ആ ഐസ്ക്രീം ഇതാ കിടന്നു. ഐസ്ക്രീം ഇതാ. അവിടെ ഏതാ ഐസ്ക്രീം ഉള്ളത്? മാംഗോ ഇങ്ങനത്തെ എടുത്താൽ മതി ചപ്പണത്. അതെ ഐസ്ക്രീം എടുക്കും. എക്സ്ക്യൂസ് മീ. വേണ്ട ഇങ്ങനത്തെ എടുത്താൽ മതി. അല്ലക്ക ഇങ്ങനത്തെ എടുത്താൽ മതി. മാംഗോ എടുക്കണ്ട. അപ്പോൾ അങ്ങനെ നമ്മൾ ഐസ്ക്രീം വാങ്ങിച്ച് എല്ലാവരും ഐസ്ക്രീം കഴിക്കാനുള്ളവരില്ല. അപ്പോൾ ഞാനും വാങ്ങിച്ചു ഐസ്ക്രീം. ഇതൊന്ന് പൊട്ടിച്ചെന്നേരാ. പൊട്ടിച്ചെന്നേ. ഹായ് ബേബി, ഹാപ്പി ആയി. ഇവിടെ നിന്ന് കഴിക്കല്ലേ? ഇവിടെ സുഖമല്ലോ. ഐസ്ക്രീം കഴിച്ചിട്ട് പള്ളിയുടെ അവിടെ കാണാൻ പോവാം. നോ ഷൂസ് ബിയോണ്ട് ദിസ് പോയിന്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ. നമ്മളെന്ത് ചെയ്യും? എല്ലാവരും ഇവിടെ ഇരുന്ന് ഐസ്ക്രീം കഴിക്കാൻ. എല്ലാവരും ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിരുന്നു. അപ്പം ഇനി ബാക്കി ഐസ്ക്രീം കഴിച്ചതിന് ശേഷം നമ്മൾ ഈ വഴി വന്നതുണ്ടല്ലോ, ഇവിടുന്ന് ഒരു ഫർദ കൊടുക്കുന്നുണ്ട്. കാരണം ഈ ഷോർട്സൊക്കെ ഇട്ടുള്ളവന്മാരെന്നാണെങ്കിൽ അവർക്ക് ഫർദൊക്കെ ഇട്ടിട്ട് വരാം. അല്ലാത്തവർക്കൊക്കെ ഓക്കെ. കാരണം കുറേ ഒരേ കളറുള്ള ആൾക്കാരുടെ ഉള്ളിൽ. അതെ ഐസ്ക്രീം അത് കഴിക്കാൻ നോക്കണേ. ഞാൻ എൻ്റെ ഐസ്ക്രീം ഒരു പീസ് ഞാൻ കടിച്ചു നോക്കി. വേണ്ട ചിമ്മി ഡ്രസ്സ് മാറ്റി. അതെ
നമ്മള് ഫുൾ കവർ ചെയ്തിട്ട് വേണം പള്ളിയുടെ ഉള്ളിൽ കയറാന്, അത്ര അവര് പറയുന്നുള്ളൂ. അതെ, അപ്പൊ ഇല്ലാന്നുണ്ടെങ്കിൽ അവര് ഡ്രസ്സ് തരും. ആ ഡ്രസ്സാണ് സത്യം പറഞ്ഞാൽ തന്നില്ല, വേറെ ആളെന്ന് വാങ്ങിച്ചതാണ്. അല്ല വാ അല്ല, കുറേ ആളുകളുണ്ട് ഇതുപോലെ എടുത്തിട്ട്. അവിടെ മതി. ഓക്കെ, അപ്പൊ നമുക്കൊരു ഫോട്ടോ എടുക്കാം അവിടെ നിന്ന്. ഓക്കെ, മസ്ജിദ് ഉത്ര മോസ്ക്, ഉത്രജയ മലേഷ്യ. ഇതാണ് കൗണ്ടർ ജുബ്ബ. ഇതവിടെ കൊടുത്തിട്ട് പോവാം. ഇതിലെ നമ്മളിത് ഇതിലെ നേരെ ലേക്സിൽ ഇറങ്ങാനുള്ള പരിപാടിയാണ്. ഈ വഴി പോവാൻ പറ്റുമായിരിക്കും. എന്തായാലും നമ്മൾ പിടിച്ച് എന്തായാലും നമ്മൾ ഇതിൽ വന്നല്ലേ, പള്ളിയിൽ വന്നല്ലേ, എന്തായാലും പള്ളിയിൽ വന്നല്ലേ, പൈസ ഇടണ്ടേ. പൈസ ഇടണത് അതേനാണ്, അതിലുണ്ട് കേട്ടോ. ഹാനിതാ അതിലുണ്ട് കേട്ടോ, അതിലുണ്ട് കേട്ടോ, അതെ. എവിടെ കൊണ്ട് അവിടെ ആ വെള്ളം എടുക്കാനാ. ഓക്കെ. ഓ, വെള്ളം എടുക്കാനല്ലേ, അതിലിട്ടോ. എന്നിട്ട് വെള്ളം എടുത്ത് വരണം. ഓ, അതിൽ വേറെ ഇത് മെക്കാനിസം ഒന്നുമില്ല. നമ്മളൊരു അതാണ്. കൊടുക്ക്. അല്ലാണ്ട് അവിടെ ഇലക്ട്രോണിക് സംവിധാനം ഒന്നും അല്ല. നമ്മളവിടെ പൈസ ഇടുന്നു, വെള്ളം എടുക്കുന്നു, അങ്ങനെയാണ്. അയ്യോ, ബേബി ദേ എൻ്റെ അടുത്ത് വന്നു. എന്നോട് എടുക്കാൻ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നു. ചാലുതേ ഡൊണേഷൻ്റെ ഇതിൽ കൊണ്ടുപോയിടാൻ വേണ്ടി പോയിരിക്കുന്നു. അപ്പം അതിൽ ഡൊണേഷനിലൊക്കെ ഇട്ട് ഇവിടെ വെള്ളം കുടിക്കുന്നുണ്ട്. പോവാ. നമ്മൾ ഇവിടുന്ന് മെല്ലെ ഇറങ്ങുകയാണ്. എല്ലാവരും ഇറങ്ങുന്നു, എല്ലാവരും മെല്ലെ നടക്കുന്നു. ഞാൻ ലേക്കിനെ കണ്ട് പോകാനുള്ള പരിപാടിയിലാണ്. ഈ ബേബിയുടെ കയ്യിൽ ഗ്ലാസ് ഉണ്ടായിരുന്നു, എവിടെ പോയി? ഗ്ലാസ്സൊക്കെ വാങ്ങിച്ചാ? ഇവിടെ നോ പാർക്കിംഗ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഇതൊക്കെയാണ് കേട്ടാ. ഇതിലെ ബേബിയുടെ ഇത് കയറ്റാൻ കുറച്ച് പാടാണ്. അപ്പൊ ആരെങ്കിലും ഒന്ന് പൊക്കി കയറ്റും. ഇനി നമ്മ പോകുന്നത് ഇതിന്റെ ലേക്കിന്റെ അങ്ങോട്ട് പോകണം. അത് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോവാൻ. ഇന്ന് വളരെയധികം ടയർഡായി ചാലു ഇതാഞ്ഞ് അടുത്ത വ്ളോഗ് ചെയ്യാൻ ഞാൻ ചാലുവിനെ ഏൽപ്പിച്ചു. അതെ, സാനി അടുത്ത വ്ളോഗ് ചെയ്യാൻ ഞാൻ സാനിയെ ഏൽപ്പിച്ചു. ഇതിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ട്, മച്ചതില് വെള്ളം ഉണ്ടായിരുന്നില്ല. ഉമ്മാടെ ഗ്ലാസ് മച്ചതില് വീണ്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് ഇവിടെ ഇങ്ങനെ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇവിടെ കാണുന്നുണ്ടാവുമെന്ന് അറിയില്ല, പക്ഷെ ഞാൻ ഇതെവിടെ ആൾക്കാരുടെ ഐസ്ക്രീം കഴിക്കും. ഇത് നോക്കിയ ആ ബിൽഡിങ്ങുകളൊക്കെ. ഇതാണ് വെൻഡിങ് മെഷീനുകൾ. കോക്കോള അതൊക്കെ ഇടാൻ പറ്റും. നമുക്ക് ഇതിന്റെ താഴെ ഇറങ്ങിയാലോ? ഉമ്മ ഈ വൈബിക ആശിച്ച് അത് മേലെ ഉമ്മത്തെ ഉമ്മ അത് അതില് കയറിക്കൂടെ? അതെ, ഇത് അതിന്മേ താഴത്ത് പോയിക്കൂടെ സുഖമായിട്ട്? ഓ, ജാമു നോക്കാം.
അപ്പത് വാപ്പ അവിടെ എന്താണല്ലോ നോക്കാൻ പറഞ്ഞ് എസ്കലേറ്റർ ഉപയോഗിച്ച ഇങ്ങനത്തെ ഒരു ഉമ്മ അവിടെ ഒരു ലേക്കാ. വാപ്പ ഈ എസ്കലേറ്റർ ഉപയോഗിച്ചാലില്ലേ ഒരു പാർക്കിലെത്തും. അതെ അങ്ങോട്ട് പോണ്ടപ്പോ എന്താ സ്കൂളിൽ നിന്നാണെങ്കിൽ പിള്ളേര് വന്നിട്ട് അവിടെ നല്ല വെള്ളമുണ്ട്. ഫുഡ് കഴിക്കാണ്. ബേബി അവിടെ പോയി. അതാണ് ഞങ്ങളുടെ ലേക്കിന്റെ അങ്ങോട്ടേക്കാ പോണത്. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ പാർക്കിൽ വന്നു. ഞാൻ ബിൽഡിങ് ഒന്ന് കുറച്ച് ഫ്രണ്ടിലാക്കി കാണിച്ചു. ഇതെന്തോ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് ഈ സ്റ്റെപ്സിന്റെ. ഇനിയും താഴേക്ക് പോകാൻ പറ്റും. നല്ല വ്യൂ ഒക്കെ ആണ്. എല്ലാവരും ഭയങ്കര കഴിഞ്ഞ, ചിലവർ കഴിഞ്ഞല്ല. ഇത് അവിടെ ഫോട്ടോകളൊക്കെ ഇവിടെ വാപ്പമ്മ ഫോട്ടോ എടുക്കണം. വാപ്പഴും ബീബിയോടെ ഫോട്ടോ എടുക്കണം. చాలా സീനാണ്. ബബർഗർ കാണിക്കുന്ന ബീബിക്ക് നോക്കാണ്. കുറച്ച് വീഴ്ചയും അപ്പോൾ ഞങ്ങൾക്ക് ഫോട്ടോ നോക്കിയാലോ. ഫോട്ടോ എടുക്കുന്ന അടിയില്ലേ ഇവിടെ വെള്ളത്തിലൊക്കെ ബോട്ട് ഓടിക്കുന്നുണ്ട് അടിയിലെ. ഗ്ലാസ് വേണമെങ്കിൽ വെച്ചു സാനി ഹനി സാനി ചാലിന്റെ തോളിൽ ഇങ്ങനെ കൈ വെച്ചോ. ക്യാമറമാൻ ഇവിടെ ഇരുന്നിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. ഞങ്ങളപ്പോൾ ഇവിടുന്ന് മെല്ലെ ഇറങ്ങാനുള്ള തീരുമാനമാണ്. കാരണം മെയിൻ റീസൺ നല്ല ചൂടുണ്ട്. അപ്പോൾ ചൂടത്ത് ഇനിയിപ്പോൾ അധികം അഭ്യാസം കാണിക്കാൻ പറ്റില്ല. പിന്നെ താഴത്തുള്ള ആ പാർക്കിലാണെന്നുണ്ടെങ്കിൽ പോയാൽ ഇപ്പോൾ ഇവിടെ ഒന്നും പിടിച്ചാലും കിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ മെല്ലെ പാർക്കിങ്ങിൽ പോവാം. വണ്ടി എടുക്കാം, നേരെ പോവാ ഇനി റൂമിലോട്ട്. യെസ് ദൂരത്തേക്കാ. അപ്പൊ ഹാനിക്ക് പോയി പിടിക്കാൻ പറ്റും. ഹാനി ബേബിനെ പോക്കാൻ അറിയില്ല. അപ്പൊ പോയി പോക്കും. ഓക്കെ, ഹാനിയൊക്കെ ടയർഡായി. പാർക്കിന്റെ അപ്പോൾ നമ്മൾ മെല്ലെ അവിടെ എത്തിക്കഴിഞ്ഞതിൻ്റെ ശേഷം ഇനിയിപ്പോൾ ആളെ വിളിക്കാം. അങ്ങനെ ഇവിടം വരെ എത്തി. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തുള്ളത് ഇതിൻ്റെ ഉള്ളിലൂടെ ഉണ്ടാവണം, ആ ഭാഗത്ത് നിന്നിട്ടുണ്ടാവണം. മെല്ലെ നടന്നു പോയിട്ട് വണ്ടി കയറുക, അതിൻ്റെ അടുത്ത് തന്നെ സ്ഥലം വിടുക. അതാണ് പരിപാടി. ആ കാണുന്ന വണ്ടിയല്ലേ ആയിരിക്കണം. കമോൺ, ഇത് റോഡിൽ എടുത്ത് വരും. അതെ, അതാണോ? ഇനോവ ആയിരുന്നില്ലേ വണ്ടി നമ്മളുടേത്? ഇനോവ വണ്ടിയായിരുന്നു. ആരും ഇറക്കി കൊണ്ടുവന്നാ? കൂളിംഗ് പേപ്പറുള്ള ആ വണ്ടിയല്ല. അല്ല അല്ല, നമുക്ക് ആളെ വിളിക്കാം. ആ, അതേ കിടക്കണം അവിടെ. കമോൺ കമോൺ. അപ്പം നമുക്ക് ഓ തിരുവനന്തപുരം ട്രിപ്പ് പോയാലോ അല്ലേ? നല്ല വെയിലല്ലേ? 7,000 സ്റ്റെപ്പ് അടിച്ചു. ആ സ്റ്റെപ്പ് ഫുള്ള് ഇവിടെ നടന്നതാ. അതെ, എല്ലാവരും ടയർഡായി. ഇനി വീട്ടിൽ പോവാ, റെസ്റ്റ് എടുക്കുക. അതാണ് പരിപാടി അല്ലേ? സ്വിമ്മിംഗ് പൂളിൽ ഈ സമയത്തുണ്ടാ? ഓ
അതുമല്ലല്ലോ ആളെന്നുകൊണ്ട് വിളിക്കണത്. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി. നല്ല ചൂടായിരുന്നു. എല്ലാവരും ഐസ്ക്രീം വാങ്ങിച്ചു. അതെ, വെള്ളം വാങ്ങിച്ചു. ഓക്കെ, അപ്പൊ അത് കാരണം കുറച്ച് ആശ്വാസം ഉണ്ട് അല്ലേ? ശരി ശരി. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മളുടെ അക്കോമഡേഷനിലേക്ക് പോവാം.